24 ബിഗ് ബ്രേക്കിംഗ് ന്യൂസാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ പാളിച്ചുണ്ടെങ്കിൽ പുതിയ അന്വേഷണം വരുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ സൂചിപ്പിച്ചു. കുറ്റപത്രം സമർപ്പിച്ച ശേഷം ബാക്കിയെല്ലാം പിന്നീട് തീരുമാനിക്കുമെന്നും കെ മുരളീധരൻ. കുറ്റപത്രം സമർപ്പിച്ച് അതിൽ ന്യൂനതയുണ്ടെങ്കിൽ വേറെ രീതിയിൽ അന്വേഷണം ക്യാബിനറ്റ് തീരുമാനിക്കും. അത് ഇനിയും കുറേ സത്യങ്ങൾ വരാനുണ്ട്. മറ്റേ വാസവൻ പറഞ്ഞല്ലോ, ഇനിയും പലതും വരുന്നത് ഞങ്ങളെക്കുറിച്ച് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് അന്വേഷണം ഉണ്ടാവും. കേസിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് SIT വീണ്ടും സന്നിധാനത്ത് പരിശോധന നടത്തി. ഇന്ന് കൂടുതൽ പരിശോധനകൾ നടത്തും. ശബരിമല സന്നിധാനത്ത് നിന്ന് എസ് വിനീഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. വിനീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ, SITയുടെ പരിശോധന തുടരുകയാണോ അവിടെ? വെരി ഗുഡ് മോർണിംഗ്. SITയുടെ പരിശോധന ഇന്നലെ 5 മണിയോട് കൂടിയാണ് ആരംഭിച്ചത്. 5 മണിക്ക് ശബരിമല നട തുറന്നതിന് ശേഷം തുടങ്ങിയ പരിശോധനയാണ്. 7:30 തന്നെ ഇതിൻ്റെ പ്രഭാമണ്ഡലത്തിലെയും അതുപോലെ തന്നെ കട്ടിലപ്പാളിയിലെയും ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് സംഘം ലീഗൽ മെട്രോളജി വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട്. ലീഗൽ മെട്രോളജി വിഭാഗം ഇതിൻ്റെ അളവും തൂക്കവും വളരെ കൃത്യമായി തന്നെ പരിശോധിക്കും. സംഘം ഇപ്പോഴും, അതായത് SIT സംഘം, ശശിധരൻ്റെ നേതൃത്വത്തിലുള്ള SIT സംഘം ഇപ്പോഴും ശബരിമലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൂടിയായിരിക്കും സംഘം മലയിറങ്ങുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പരിശോധനകളിലേക്ക് SIT സംഘം കടക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്കറിയാം, ഈ വിഷയത്തിൽ 13 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഇതിൽ തന്നെ കുറ്റപത്രം നൽകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പലരും ജാമ്യമെടുത്ത് പുറത്തേക്ക് വരുന്നതും കണ്ടു. ഈ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി വളരെ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്വർണത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു പരിശോധന, ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് കൈമാറുന്നതിന് മുമ്പ് ഒരു പരിശോധന നടത്താൻ SIT സംഘം ശബരിമലയിലെത്തിയത്. ഇത് കൃത്യമായി തന്നെ ഇതിൻ്റെ പരിശോധന നടത്തിയ ശേഷം ഇത് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൈമാറും. അതിനുശേഷം ഇപ്പോൾ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പറഞ്ഞ പോലെ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷനാണ് വേണ്ടിയെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാനും SIT സംഘം തയ്യാറാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായി തന്നെ ഹൈക്കോടതിയുടെ ഒരു ഹൈക്കോടതിയാണ് ഈ അന്വേഷണ സംഘത്തെ മോണിറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവുമോ, കൂടുതൽ പ്രതികളിലേക്ക് എത്തുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഹൈക്കോടതിയുടെ ഒരു തീരുമാനം കൂടി വന്ന ശേഷമായിരിക്കും SIT മുന്നോട്ട് പോവുക. എന്തായാലും ശബരിമല മിഥുനമാസ പൂജകൾക്ക് നട തുറന്ന ഒപ്പം തന്നെ SIT സംഘവും എത്തിയിരിക്കുന്നു. നമുക്കറിയാം, വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ തന്നെ സന്നിധാനത്തേക്ക് ഭക്തരുടെ ഒരു നീണ്ട ഒഴുക്ക് തന്നെയാണ്. ഈ ശ്രീകോവിലിന് മുമ്പിലുള്ള പ്രഭാമണ്ഡലത്തിലെയും അതുപോലെ തന്നെ കട്ടിലപ്പാളി ഇളക്കിയിട്ടുള്ളത്. അത് വിശ്വാസികളെ ബാധിക്കാത്ത രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. കാരണം അവിടെ വിശ്വാസികൾ തൊഴാൻ വേണ്ടി എത്തുന്നുണ്ട്. അത് ഇനി എന്തായാലും അല്പസമയം ഈ നട അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ അത് പഴയ സ്ഥലത്ത് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യാൻ തന്നെയാണ് SITയുടെ തീരുമാനം. എന്തായാലും കൂടുതൽ പരിശോധനകൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാവുമോ എന്നുള്ളതും കാത്തിരുന്നു കാണേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.